അനുമോൾ ചിപ്സും മുറുക്കുമായി മുങ്ങി. സാബുമോൻ വെറും പ്രതിമ. എല്ലാം കൂടെ ടാസ്ക് കോളമാക്കും. ബിഗ് ബോസ് ഷോയിലെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നാണ് ഹോട്ടൽ ടാസ്ക്. മുൻ സീസണുകളിൽ എല്ലാം മത്സരാർത്ഥികളുടെയും ഗസ്റ്റായി വന്നവരുടെയും ഭാഗത്തു നിന്നും മികച്ച പ്രകടനങ്ങൾ കാണാൻ സാധിച്ചുവെങ്കിലും ഇത്തവണ അതിന് നേർ വിപരീതമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശോഭ വിശ്വനാഥും ഷിയാസ് കരീമുമാണ് ഇത്തവണ ഹോട്ടൽ ടാസ്കിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. എന്നാൽ അവരുടെയും പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. മത്സരാർത്ഥികളുടെ അച്ചടക്കമില്ലായ്മ, ടാസ്കിനോടുള്ള ഗൗരവമില്ലായ്മ, ഉത്തരവാദിത്തത്തോടുള്ള അവഗണന എന്നിവ ഹോട്ടൽ ടാസ്കിനെ കുഴപ്പത്തിലാക്കി. ബിഗ് ബോസിന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ പോലും മത്സരാർത്ഥികളെ ശരിയായ വഴിയിലേക്ക് തിരിച്ചെത്തിക്കാൻ പര്യാപ്തമായില്ലെന്നാണ് ഒരു പ്രേക്ഷകൻ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്നുള്ള പൂർണ്ണരൂപം ഇങ്ങനെ: ബിഗ് ബോസ് വീട്ടിലെ ഹോട്ടൽ ടാസ്ക് മത്സരാർത്ഥികളുടെ അനുസരണക്കേടും ഉത്തരവാദിത്തമില്ലായ്മയും മൂലം പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. ടാസ്കിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കാതെ ഓരോരുത്തർക്കും നൽകിയ ഡ്യൂട്ടികൾ അവഗണിച്ച് മത്സരാർത്ഥികൾ ഗസ്റ്റുകളുടെ പിന്നിലെ നടക്കുകയോ അനാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ചെയ്തു. ഇങ്ങനെ പോകുന്നു പ്രേക്ഷകന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഇടയ്ക്ക് ബിഗ് ബോസിന്റെ ഇടപെടലുകളുമുണ്ട്. അവരുടെ മുന്നറിയിപ്പുകൾ ഇതൊക്കെയാണ്: ഈ ടാസ്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, എല്ലാവരും കൂട്ടം കൂടി നിൽക്കരുത്, ഓരോരുത്തർക്കും നൽകിയ ഡ്യൂട്ടി മാത്രമേ ചെയ്യാവൂ എന്നൊക്കെയാണ് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ്. അവസാനം ഗതികെട്ട് ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി. ഇതൊരു ഹോട്ടൽ ടാസ്ക്കാണ്. ടാസ്ക് ലെറ്ററിൽ നിർദ്ദേശങ്ങൾ വ്യക്തമാണ്. ഓരോരുത്തർക്കും നൽകിയ റോൾ കൃത്യമായി ചെയ്യണം. ഹോട്ടലിൽ ഗസ്റ്റുകൾ എങ്ങനെ പെരുമാറുന്നു അതുപോലെ വേണം. പ്രതിമ എങ്ങനെ ഹോട്ടലിനുള്ളിലെത്തി? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നീണ്ടു പോവുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കും ഏതായാലും ബിഗ് ബോസിൻ്റെ ഇടപെടലുകൾ മൂലം അതിഥികൾ വന്ന് എന്തൊക്കെ ചെയ്യുമെന്ന്.